വാട്സ്ആപ്പ് ഗൈസ് നമുക്ക് ഷെഫീഖ് നമ്മളിന്ന് പുതിയ സീരീസിൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റിൻ്റെ ഡേ 3 ഇന്ന് ഷോൾഡേഴ്സ് ആൻഡ് ആപ്സ്. ഓക്കെ, ഇന്ന് ഷോൾഡറാണ് വർക്കൗട്ട്. അപ്പോൾ വാംപ് ചെയ്യുക. അതേപോലെ ഇന്നിപ്പോൾ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈറ്റ് വെയിറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഷോൾഡറിൻ്റെ വർക്കൗട്ട് വെച്ചാൽ ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാംപ് ചെയ്യുക. അതേപോലെ നോർമൽ വാമപ്പ് നിങ്ങൾ ചെയ്യുക ആദ്യം. അതിനുശേഷം ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്തിട്ട് വെയിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വാംപ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ പാർട്സിനും. അതിനുശേഷം വേണം വർക്കൗട്ടിലേക്ക് കിടക്കാൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഷോൾഡേഴ്സ് ആൻഡ് ആപ്സ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട് പറയുന്നത് ബാർബിൾ പ്രസ് ആണ്. ഓക്കെ, സോ സ്മിത്ത് മെഷീൻ ബാർബിൾ ഫ്രണ്ട് പ്രസ് ആണ്. ഇനിയിപ്പോൾ സ്മിത്ത് മെഷീനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ബാർ ഉപയോഗിക്കുക. വൈഡ് ഗ്രിപ്പ് പിടിക്കുക, ക്ലോസ് ആയിട്ട് പിടിക്കേണ്ട, വൈഡ് ഗ്രിപ്പാണ് പിടിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ ഈ ഗ്രിപ്പ് നോക്കുക, ഈ ഗ്രിപ്പിൽ ഈ ലെവലിൽ വെച്ചോ, കൈ വെച്ച് നോക്കുക, നമ്മളെ ഷോൾഡർ ലെവലിൽ. എപ്പോഴും ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ബാറിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഗോ. യെസ്, ഫുള്ളായിട്ട് താത്ത. യെസ്, അതേപോലെ ഫുള്ളായിട്ട് നമ്മളോട് ചെറിയൊരു ലോക്ക് ഇട്ടിട്ട് ചെയ്യുക. യെസ്, അതുപോലെ മസിൽസിന് ഫോക്കസ് ചെയ്യുക. എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും മസിൽസിന് ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അധികം പേർക്ക് ഫീൽ ഇല്ല എന്ന് പറയാൻ കാരണം തന്നെ അവരുടെ ഫോക്കസ് ഇവിടെ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ സ്ലോലി വർക്കൗട്ട് ചെയ്യുക. യെസ്, 4 സെറ്റ് ചെയ്യണം. എല്ലാ വർക്കൗട്ടും 3 to 4 സെറ്റ്സ്. അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 15 റെപ്സ് ചെയ്യുക, പിന്നെ 12, പിന്നെ 10, പിന്നെ 8, ഇങ്ങനെ ചെയ്യുക. 4 സെറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ 12, 10, 8 അങ്ങനെ ചെയ്താൽ. ഓക്കെ, സോ ഇനി നമുക്ക് സിഗ്സാഗ് ബാർ റിവേഴ്സ് പ്രസ് ആണ്. സോ ഇനി സിഗ്സാഗ് ബാർ റിവേഴ്സ് പ്രസ് ആണ്. അടുത്ത ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് പെയിനെ കണ്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബെൽറ്റ് യൂസ് ചെയ്യുക ഒന്ന്. പിന്നെ ഈ ബെഞ്ചിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാണ്ട് ചെറുതായിട്ടൊരു ചെറിയൊരു ബെൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഗോ. ഇതേപോലെ റിവേഴ്സ് നമ്മൾ ഷോൾഡർ ലെവലിൽ സിഗ്സാഗ് ബാർ എടുക്കുക. നമ്മൾ ഷോൾഡർ ലെവലാണ് പിടിക്കേണ്ടത്, ഓവർ വൈഡ് അല്ല, എന്നാൽ ഓവർ ക്ലോസ് അല്ല. ഓക്കെ, ഗോ. യെസ്, നമുക്ക് ഷോൾഡറൊക്കെ ഫ്രണ്ട് ഷോൾഡറൊക്കെ ഇല്ലാത്തവർക്ക്, അതേപോലെ അപ്പർ ചെസ്റ്റ്, എല്ലാത്തിനും ബെസ്റ്റ് എക്സസൈസ് ആണിത്. മെയിനായിട്ട് നമ്മൾ അപ്പർ ചെസ്റ്റ് ഷോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ, ഫ്രണ്ട് ഷോൾഡർ ഡെവലപ്പ് ആവണം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, ഗോ. 5 more reps. 1, 2, slowly, 3, 4, 5. യെസ്, എപ്പോഴും വളരെ സ്ലോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഓവറായിട്ട് നമ്മളെ, അതായത് സെയിം നോർമൽ നമ്മളെ വാതിൽ ഒക്കെ പോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാണ്ട് സ്ലോ ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോഴേ കറക്റ്റ് ആ ഒരു ഫീലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ഡംബിൾ ഫ്രണ്ട് റൈസസ്. സോ നമുക്ക് ഇനി ഹാമർ ഗ്രിപ്പ് ഡംബിൾ ഫ്രണ്ട് റൈസസ് ആണ്. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡ് ചെയ്യുക, അതിനുശേഷം മറ്റേ സൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ലെവലിൽ പോകുമ്പോൾ ചിലപ്പോൾ ഫീൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോൾ അൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഗോ. ഷോൾഡർ ലെവലിൽ ഒക്കെ അതേപോലെ വെയിറ്റ് നമ്മളെ കൺട്രോളിലായിരിക്കണം എപ്പോഴും. സ്ലോലി നമ്മൾ ഷോൾഡർ ലെവലിൽ പൊക്കിയാൽ മതി. സോ ഇനി വേറെ ഒന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡംബിൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റോപ്പ് യൂസ് ചെയ്യാം. കേബിളിൽ അതേപോലെ റോപ്പ് യൂസ് ചെയ്യാം, അതേപോലെ പ്ലേറ്റ് യൂസ് ചെയ്യാം. 5 more reps. യെസ്, വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. 5 സ്റ്റാർട്ട് ചെയ്യുക, 7.5 എടുക്കുക. അപ്പോൾ റെപ്സ് കുറയ്ക്കുക. കുറയ്ക്കാന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. 12 റെപ്സ്, ഇനി 12 അല്ല 10 ആണെങ്കിൽ 10. ഓക്കെ, ഓക്കെ. സോ ഇനി നെക്സ്റ്റ്, സോ സൈഡ് റൈസസ് ആണ്, ലാറ്ററൽ. ഇത് ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. സിറ്റഡ്. ഗോ. ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി. ഓക്കെ, ലെഗ് ക്ലോസ്, കാല് അടുപ്പിച്ച് വെച്ചേ. ഓക്കെ, നൗ ചെസ്റ്റ് അപ്പ്. ഡംബിൾ ചെറിയൊരു ബെൻഡിൽ വെച്ചേ, ചെറുതായിട്ട് ഒരു ബെൻഡ് ചെയ്തേ. ഷോൾഡർ ലെവൽ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഷോൾഡർ ലെവൽ പൊന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ
ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് ചെയ്താലും മതി. ഓക്കെ, ഇനി 5 more reps. നമ്മൾ ബെൽറ്റ് ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുക, നല്ലതാണ്. യെസ്, അതേപോലെ ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ തുടക്കം തന്നെ ഹെവി ചെയ്യാണ്ടിരിക്കുക. തുടക്കം ഹെവി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇഞ്ചുറി വരും. ഓക്കെ, സോ ഇനി നമുക്ക് റിയർ ഡെൽറ്റിലേക്ക് കിടക്കാം. സോ ഇനി ബെൻഡ് ഓവർ റിയർ ഡെൽറ്റ് ഫ്ലൈ ആണ്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇരുന്നിട്ടും ചെയ്യുക. അത് കാണിച്ചാൽ രണ്ടും കാണിച്ചാൽ ഓക്കെ. ഇതോ ഒന്ന് സ്ക്വീസ് ചെയ്ത് ബോഡി ചെറുതായിട്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇത് ഭയങ്കര എഫക്റ്റ് ഉള്ള വർക്കൗട്ടാണ്. ഒരിക്കലും റോബോട്ട് പോലെ ചെയ്യാണ്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കും ബോഡി, ഒന്ന് പൊക്കിക്കേ, അതേപോലെ താഴോട്ട് പോട്ടെ. യെസ്, ബെൽറ്റ് യൂസ് ചെയ്യുക. 5 more reps. നമ്മൾ റിയർ കുറച്ച് ഡെവലപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് തീർച്ചയായും ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് സോറി. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് ഇരുന്ന്. ഓക്കെ, കാലിൻ്റെ അടിയിൽ വെച്ച് ബോഡി ബെൻഡ് ചെയ്ത്. ഓക്കെ, ഫ്ലൈ. യെസ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നിന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതും നല്ല എഫക്റ്റ് തന്നെയാണ്. ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക, റോബോട്ട് പോലെ ചെയ്യാണ്ട് ഒന്ന് താഴോട്ട് മേലോട്ട് ചെറിയൊരു മൂവ്മെന്റ് നല്ലതാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഇനി അപ്പറേറ്ററിലാവും. അത്ര എക്സ്പേർട്ട് ഉള്ള ആൾക്കാരൊക്കെ ക്ലോസ് ഗ്രിപ്പ് അടിക്കുള്ളൂ. ക്ലോസ് ഗ്രിപ്പ് അത്ര സേഫ് അല്ല, അതുകൊണ്ട് നമ്മൾ വൈഡ് ഗ്രിപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൽബോ ആണ് ശ്രദ്ധിക്കേണ്ടത്. എൽബോ ആണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടും. യെസ്, ഇനി 5 more. ഷോൾഡർ ഇഞ്ചുറി നമ്മൾ ക്ലോസ് ആയിട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ഇഞ്ചുറി, റിസ്റ്റ് ഇഞ്ചുറി ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ വർക്കൗട്ട് നമുക്ക് വേണ്ട, മാക്സിമം അവോയ്ഡ് ചെയ്യുക. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായി ചെയ്യുള്ളൂ. ഞാനൊക്കെ ചെയ്യണത് ഓക്കെയാണ്, കുഴപ്പമില്ല. നമ്മളൊക്കെ അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാൽ ഹെവി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് സ്ട്രഗിന്റെ അടുത്ത വർക്കൗട്ട് പോകും. സോ ഇനി സ്ട്രഗ്സിന്റെ ഇത് നമ്മൾ സൂപ്പർ സെറ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. ഒരു 10 reps ഫ്രണ്ടിലും 10 reps ബാക്കിലും, ബിഹൈൻഡ് ദ ബോഡി. ഗോ. തൈസ് ലെവലാണ് വെക്കേണ്ടത് കൈ. ഗോ. യെസ്, മാക്സിമം മേലൊന്ന് ചെറുതായിട്ടൊന്ന് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത്. യെസ്, അപ്പോൾ കൂടുതലായിട്ട് ഫീൽ കിട്ടും നിങ്ങൾക്ക്. ഒരു 10 reps നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ ചെയ്യുക, അതുപോലെ 10 reps ബാക്കിൽ ചെയ്യുക. ഓക്കെ, ഇനി ബാക്ക് ചെയ്ത് ബാക്ക് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഹെവി വെയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇഞ്ചുറി വരും. ഷോൾഡർ അതേപോലെ ബാക്ക് ഇഞ്ചുറി വരും. സോ ബാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യുക, അധികം വെയിറ്റ് യൂസ് ചെയ്യാണ്ട് ചെയ്യുക. നമ്മൾ സ്ട്രെഗ്സിന്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. സോ നമ്മൾ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് ആപ്സിലേക്ക് കിടക്കാം. കമോൺ, ഡംബിൾസ് സ്ട്രെച്ച്. മാക്സിമം നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് തന്നെ ചെയ്യുക. അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ടാവല്ലോ, അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, വീക്കിലി കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ ഒരാളെ വെക്കുക. ഓക്കെ, യെസ്, ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത മേലെ. യെസ്, അപ്പോൾ ആ ടെൻഷൻ, മസിൽസിന് ടെൻഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. യെസ്, ഇനി 5 more reps. 1 2 3 4 5. യെസ്, അതേപോലെ ഈ ഇത് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടി വേണ്ട, റൊട്ടേറ്റ് ചെയ്യേണ്ട, അത്ര സേഫ് അല്ല. ഓക്കെ, പലരും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്, പഴയ ഒരു രീതിയാണ്. സോ റൊട്ടേറ്റ് ചെയ്യേണ്ട, ഇഞ്ചുറി വരും. ഓക്കെ, സോ ഇനി നമുക്ക് ആപ്സിൽ കിടക്കാം. സോ ഇനി നമുക്ക് ആപ്സിൽ ഫസ്റ്റ് ക്രഞ്ചസ് ആണ്. ഇതോ മിനിമം 10 reps ചെയ്യുക.
Good. 1, 2. Breathe out ചെയ്യാം മേലോട്ട് വരുമ്പോൾ. Yes. Just like that. Easy. അതേപോലെ ഫുള്ളായിട്ട് കിടക്കണ്ട. അതേപോലെ മാക്സിമം മുകളിലോട്ട് പോകണം. ഓക്കെ. യെസ്. ക്രഞ്ചസ് ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ് ഡിക്ലൈൻ ബെഞ്ചിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓക്കെ റിലാക്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിക്ലൈൻ ബെഞ്ച് അധികം ജിമ്മിൽ ഡിക്ലൈൻ ബെഞ്ച് എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കിടന്നിട്ട് ക്രഞ്ചസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ലെഗ് റൈസ് ചെയ്യാം. സോ ഇനി ലെഗ് റൈസസ്. ഓക്കെ. സ്ട്രൈറ്റ് ചെയ്ത് അതേപോലെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ. ഓക്കെ. ഗോ അപ്പ്. യെസ്. ഒന്നുകൂടി സ്ട്രൈറ്റ് ആയി ലെഗ്സ്. യെസ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. യെസ്. 10 reps മിനിമം ചെയ്യുക. മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. യെസ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്ലാറ്റിൽ കിടക്കുക, എന്നിട്ട് ലെഗ് റൈസ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് വർക്കൗട്ടാണ് നമ്മളെ പ്ലാങ്ക്. സോ ഇനി പ്ലാങ്ക് ഗോ. നമ്മൾ ഇമ്പോർട്ടൻ്റ് വർക്കൗട്ടാണ്. ഓക്കെ. ഹിപ്പ് അപ്പ് നേരെ നോക്കിയ. മാക്സിമം കോർ ടൈറ്റ് ചെയ്യുക. ഇത് മാക്സിമം സെക്കൻഡ്സ് ചെയ്യുക. മാക്സിമം ഫെയിലിയർ ആണ്. ഓക്കെ. ഇനിയിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മേലെ വെയിറ്റ് വെക്കുക. ഇവിടെ വെയിറ്റ് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂടുതൽ ടെൻഷൻ കിട്ടും. ഓക്കെ. മസിൽസിന്. ഓക്കെ. റിലാക്സ്. അപ്പോൾ നമ്മളെ ഷോൾഡേഴ്സ്, ട്രാപ്സ്, അതേപോലെ ആപ്സ് ഒരു വർക്കൗട്ട് ഇന്ന് തീർന്നതാണ്. സോ ഇനി നമുക്ക് ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്, ദെൻ ലെഗ്സ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാഫ്, ഫോർ ആംസ്, അതേപോലെ ആപ്സും ഉണ്ട് ഒബ്ലിക്സും ഉണ്ട്. ഓക്കെ. ഇത്രയും വർക്കൗട്ടാണ് ഇനി ഉള്ളത്. സോ ഇതേപോലെ ഫോളോ ചെയ്യുക. ലെഗ്സ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 1 day റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്. 1 അല്ലെങ്കിൽ 2 ദിവസം റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അഗെയിൻ സെയിം day 1, day 2, 3 അങ്ങനെ പോവുക. ഓക്കെ. അതുപോലെ വാമ്പ് നിർബന്ധമായിട്ട് ചെയ്യുക. സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. സേഫായിട്ട് വർക്കൗട്ട് ചെയ്യുക. പിന്നെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. ഹെവി ചെയ്യുമ്പോൾ കൂടെ ആരെയിലൊക്കെ നിർത്തുക. അതേപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നമ്മളെ ചാനലിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസിൽസ് ബിൽഡ് ചെയ്യാനുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഫോളോ ചെയ്യുക. ഓക്കെ. ഡയറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ്.